നമുക്ക് ചിലരുമായിട്ട് എന്താ അറിയാവോ, കുറേ പരിചയം അടുപ്പവും കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് മറന്നു പോകും. ഇപ്പം മുകേഷ് ചേട്ടന് എനിക്ക് ചില കാര്യങ്ങൾ ഓർമ്മ വരും, കാരണം സ്ഥിരം എന്നെ പറ്റിക്കുന്നു. മുകേഷ് ചേട്ടൻ പാട്ടെഴുതി, നല്ലൊരു പാട്ടെഴുതി കേട്ടോ. ഇപ്പം എല്ലാവരും അവരെല്ലാം കൂടെ പ്ലാൻ ചെയ്തതെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ പാട്ടെഴുതിയിട്ട് എല്ലാവരും കൊള്ളത്തില്ലെന്ന് പറയുന്നു ഋഷി. പക്ഷെ എനിക്കത് ഭയങ്കര നാണക്കേട്. അപ്പം ഞാൻ ചേട്ടൻ വിഷമിക്കണ്ട ചേട്ടാ, സൂപ്പർ പാട്ട് പറഞ്ഞ് ട്യൂണിട്ടു ട്യൂണൊക്കെ ഇട്ട് ഋഷി ഇങ്ങനെ വന്നാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടാ ഇത് കൊള്ളാൻ ചേട്ടാ എന്ന്. പിറ്റേന്ന് ഞാൻ അന്നത്തെ ഫേമസ് ഒരു ഡ്രൈവർ കുട്ടപ്പനുണ്ട്, കുട്ടപ്പൻ്റെ വണ്ടി കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, തിരുനെല്ലിക്കാട് പൂത്തൂത്ത്. ഞാൻ പറഞ്ഞു അയ്യോ അതിനിടയ്ക്ക് അത് സിനിമയിലും എടുത്തു ഈ പാട്ട്. അപ്പോൾ ആ കുട്ടപ്പൻ ചോദിച്ചു എന്താ ചേച്ചി? ഞാൻ പറഞ്ഞു ഇന്നലെ മുകേഷ് ചേട്ടൻ എഴുതി എന്നെ. കാരണം ആ പാട്ട് അവിടുന്ന് അഭിനയിച്ചിട്ട് വന്നതാ കോഴിക്കോട്ടുനിന്ന്. എന്നിട്ട് അത് അങ്ങനെ ചില പക്ഷെ ജഗദീഷ് ചേട്ടൻ അങ്ങനെയൊന്നും പറ്റിക്കത്തില്ല. അല്ല എന്നല്ല, ആ പാവത്തിനകത്തൊരു ഭയങ്കര അല്ല, അങ്ങനെയല്ല, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയും. പിന്നെ ജയിക്കണം എന്ന് വിചാരിച്ച് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ തർക്കിച്ച് ജയിക്കും. അതെനിക്ക് കുറച്ചു തർക്കിക്കാൻ പോലും അങ്ങനല്ല, ഒരു പരിധി വരെയും രണ്ടു പേര് തങ്ങളിൽ വഴക്കോ കാര്യങ്ങളോ ഉണ്ടായാൽ നീതിപൂർവം ഒരു മധ്യസ്ഥം പറയാൻ നമുക്ക് ജഗദീഷേട്ടനെ ഏൽപ്പിക്കാം. ഉർവശി കഥയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, ഉർവശിയുടെ ഭാവന പൊട്ടി വിരിയും, പെട്ടെന്നായിരിക്കും ഉർവശിയുടെ ഭാവന പൊട്ടി വിരിയുന്നത്. അപ്പോൾ അതേപോലെ ഉർവശി ഒരുപാട് തമിഴ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ആ ഭാവന വെച്ചിട്ട് ഉർവശിയോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, ഉർവശി തമിഴ് സിനിമയിലെ ഭാര്യയാണ്, ഞാൻ ഭർത്താവാണ്. ഉർവശി ഒരു ഡയലോഗ് പറഞ്ഞാൽ അതിന് ഞാൻ മറുപടി പറയാം. ഓക്കെ അല്ലേ? ശരി, അത് പ്രേക്ഷകർക്ക് ഒരു വിഷു കൈനീട്ടമാകും. காலையில இருந்து சாயங்காலம் வரைக்கும் ஊர் சுத்திட்டு வரீங்களே, இப்படி ஒரு குடும்பம் இருக்கு, இங்க நாங்கெல்லாம் இருக்கிறோம் அப்படிங்கிற நினைப்பு இருக்குதா மனசுல கொஞ்சமாவது? அலமேலு, நீ கொஞ்சம் இங்க வா. ஏன் இங்க இருந்த இப்ப என்ன பிரச்சனை? இல்ல, ஒரு இம்பார்ட்டன்ட் மேட்டர் உங்ககிட்ட சொல்லணும். இம்பார்ட்டன்ட் மேட்டர் சொல்றதுக்கு லொகேஷன் பார்த்து வச்சிருக்கீங்க? இல்ல அப்படி இல்ல, இதுக்கெல்லாம் ஒரு மேட்டர் சொல்றதுக்கு ஒரு பிரைவசி கிடைக்கணும். நமக்கு சுற்று நிறைய இடியட்ஸ் இருக்குல்ல, அப்படியா? அவங்க இது கேட்க கூடாது. இடியட்ஸ் என்ன இடிக்கிறவங்களா? இல்ல முட்டாளுகள். அப்ப கொஞ்சம் கூட ஃபார்வர்டு வாங்க. ஏன் அப்படியே கூட்டிட்டு போயிடலாம்? இல்ல அப்படி இல்ல, அவர் போறது நீங்க சொன்னது நான் சுட்டிட்டு போறது தானே உங்க கம்ப்ளைண்ட். நான் என்ன பண்ணோம்? நான் உன்னையே பார்த்துட்டு இங்க இருக்கவா? ஏன் கொஞ்ச நேரம் பார்த்துட்டு இருந்ததுனால? எவ்வளவு நாளா இப்படியே பார்த்துட்டு இருக்கு, எனக்கு போர் அடிக்காதா? பாரு அலமேலு, எனக்கு ஒண்ணு மட்டும் உங்ககிட்ட நிறைய வாட்டி சொல்றேன்னு நினைச்சிட்டே இருந்தேன். ஏன் இந்த மூஞ்சி நல்லா இல்ல மூஞ்சி பற்றி ஒன்றும் இல்ல, எனக்கு ஒரு பீஸ் ஆஃப் அட்வைஸ் உனக்கு கொடுக்கணும். அலமேலு, சாக்ஸ் போட்டதுக்கு பிறகு தான் ஷூஸ் போடணும், ஷூஸ் போட்டதுக்கு பிறகு சாக்ஸ் ഇടകൂടാതെ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ ചെന്ന് കഴിഞ്ഞാലും ഉത്തരം മുട്ടിക്കോ.